ആശകൾ താനേ ശാന്തിനി ഉഗ്രൻ. താങ്ക് യു ചേച്ചി. ജോൺസേട്ടന്റെ എനിക്ക് തോന്നുന്നു അധികം ആരും സ്റ്റേജിലൊന്നും പാടി കേൾക്കാത്ത പാട്ടാണിത്. വെരി ഗുഡ് ചോയ്സ്. താങ്ക് യു ചേച്ചി. ഒരു ലൈൻ എസ്പെഷ്യലി ചരണത്തിന്റെ അവസാനത്തെ ആശകൾ താനേ തുറന്നു. അയ്യോ അത് ഭയങ്കര ഫീലായിരുന്നു അത്. താങ്ക് യു ചേച്ചി. 2 പ്രാവശ്യം യഥാർത്ഥമായി ഗോപുരസീമകൾ ആശകൾ താനേ തുറന്നു. ആശകൾ താനേ തുറന്നു. ബ്യൂട്ടിഫുൾ. ടേക്കിൽ ഇതിലും മസിലായിട്ട് പാടിട്ടോ. ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആൻഡ് 2 സ്ഥലത്ത് മാത്രമേ മധുരം മധുരം തുളുമ്പുന്ന യാമം അതും പാടി മറന്നു. അതും അതല്ലേ പാടെ മറന്നു. പാടെ അല്ലെ പാടെ മറന്നു. ആ 2 സ്ഥലം മാത്രം ചെറിയ ഒരു ഫ്ലാറ്റായി. ബാക്കി സ്ഥലങ്ങള് അതന്നെ. ചാന്ദിനി ഇതിനു മുമ്പ് നമ്മുടെ സ്നേഹിതനെയല്ലേ ഞങ്ങളെ മയക്കിയ പാട്ട്. ഇന്ന് ഐ തിങ്ക് അത് കഴിഞ്ഞിട്ട് ചാന്ദിനിയുടെ ഒരു ബെസ്റ്റ് പെർഫോമൻസ്. ഡെഫിനറ്റ് ആയിട്ട് നന്നായിട്ട് പാടി, നോ ഡൗട്ട്. അനുപല്ലവി ചരണം സ്റ്റാർട്ട് രണ്ടും പ്രശ്നം. അത് കഴിഞ്ഞിട്ട് ഉള്ള ലൈൻ മാജിക്കൽ. അപ്പൊ ആ കൺസിസ്റ്റൻസി ത്രൂ ഔട്ട് ഉണ്ടെങ്കിൽ ചാന്ദിനി യു വിൽ ബി എ സിംഗർ യു കാൺ ബീറ്റ്. അങ്ങനെ അൺബീറ്റബിൾ ആവണം ചാന്ദിനി. എപ്പോഴാണത്? വെരി സൂൺ. ചാന്ദിനിയുടെ അടുത്ത് ഒരു സാധനമുണ്ട്, ദാറ്റ് ഇസ് എക്സ്പ്രഷൻ. അത് വേറെ ആർക്കും ഇല്ല, ദിസ് എക്സ്പ്രഷൻ. അപ്പൊ പ്രാക്ടീസ് ചെയ്യാം. ചാന്ദിനി, ഫാന്റാസ്റ്റിക് വോയിസ്. വാട്ട് എ ഫീൽ. സൂപ്പർ വോയിസ്. ചാന്ദിനി പറ്റി പാടാം. ऐसा कोई साथी हो, ऐसा कोई प्रेमी हो, प्यास दिल की बुझा जाए, नील नील अंबर पर चांदनी जब आए, नील नील अंबर पर चांदनी जब आए, ऐसा तरसाए हमको तरसाए, ऐसा कोई साथी हो, ऐसा कोई प्रेमी हो, प्यास दिल की बुझा जाए, नील नील अंबर पर चांदनी जब आए, चांदनी जब आए, चांदनी जब आए. ഗുഡ് ലക്ക് ചാന്ദിനി. ഓക്കെ, രാജേന്ദ്രൻ സാറിന്റെ വരികളായിരുന്നു ഇത്. ശരിക്കും സാറിനെ നമ്മൾ ഇവിടെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? അതെ, സാറിനെ ഞാൻ മീറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. എന്നിട്ട് സാറിന്റെ അടുത്ത് ഞാൻ ലിറിക്സിലെ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് രമേശ് ജിയുടെ അഭിപ്രായം അറിയാം. ഈ പാട്ട് എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ എനിക്ക് ഈ പാട്ടിനെ പറ്റി മോശമായിട്ട് പറയാൻ പറ്റത്തില്ല. തീർച്ചയായും. പറ്റുമോ? ഇല്ല. എന്തായാലും ചാന്ദിനിക്ക് റാത്താവണ്ടേ, അതായത് പൂർണ്ണചന്ദ്രനാവണ്ടേ. അപ്പൊ ഉദിച്ചു വരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതങ്ങോട്ട് കഴിഞ്ഞ് പൂർണ്ണചന്ദ്രനായിട്ട് അങ്ങോട്ട് മുകളിലേക്ക് എത്തണം വേണ്ടേ.
ഇനി പൂർണ്ണചന്ദ്രനായിട്ട് വരിക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. രാമചന്ദ്രൻ സർ. സുജാത എന്നോട് പിണങ്ങയില്ലെന്ന് വിശ്വസിച്ചുകൊണ്ടൊരു കാര്യം, ഈ സ്ത്രീകൾ, നമ്മുടെ സഹോദരിമാർ, പെൺകുട്ടികൾ പാടുമ്പോഴെല്ലായ്പ്പോഴും ശബ്ദത്തിന്റെ മാധുര്യം കാരണം ഉച്ചാരണത്തിന് ഒരു അപൂർണത എല്ലായ്പ്പോഴും വരും. വല്ലാതെ തുളഞ്ഞു കയറുന്ന മനോഹരമായ ശബ്ദം. അത് കാരണം ഈ പറയുന്ന വാക്ക് എന്താണ് എന്ന് ആണുങ്ങൾ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഉച്ചാരണത്തിൻ്റെതായ ഒരു പ്രത്യേകത പലപ്പോഴുമില്ല. എസ് ജാനകിയാണെങ്കിലും വാണി ജയറാമാണെങ്കിലും സുജാത മോഹൻ എന്ന പാട്ടുകാരിയാണെങ്കിലും കെ എസ് ചിത്രയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഇയാൾ ആരോ വന്ന് പറയാൻ എന്ന് ചോദിക്കേണ്ടതില്ല. എന്നാൽ ഇവിടെ ഇപ്പോൾ പാടിയപ്പോൾ ചാന്ദിനിയുടെ ഈ പാട്ടിന് അതിൻ്റെതായ സൗകുമാര്യം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ പൂർണ്ണചന്ദ്രനേക്കാൾ ഒന്നുകൂടി സൗന്ദര്യം എൻ്റെ അഭിപ്രായത്തിൽ പൂർണ്ണമാകാത്ത ചന്ദ്രികയ്ക്കാണ്. ആറാം വാവിലെ ചന്ദ്രിക പോലെ മനോഹരമായിരുന്നു ചാന്ദിനിയുടെ പാട്ട്. അതുകൊണ്ടാണ് പൂർണ്ണമാകാത്ത ഒരു ചന്ദ്രിക പോലെ ഒരു വശം തലമുടി കൊണ്ട് നല്ലതുപോലെ മറച്ചാണ് നിൽക്കുന്നത്. അത് ആ പരിപൂർണതയിലേക്ക് എത്തിയില്ല എന്നുള്ളതിന്റെ പ്രകടമായ തെളിവാണ്. മലയാള ഭാഷ കുറെ കൂടി പഠിച്ചാൽ നന്നാകുമെന്ന് ഞാൻ പറയുമ്പോൾ അതിന്റെ പുറകിലൊരു സ്വാർത്ഥത കാണാം. എന്നാൽ ഈ പാട്ടുകാരെല്ലാം മലയാള ഭാഷ മലയാളത്തിൽ പാടുന്നവർ നല്ലപോലെ പഠിച്ചാൽ ഉച്ചാരണത്തിന് കൂടുതൽ ഭംഗി കിട്ടും എന്നുള്ളതാണ്. അർത്ഥത്തിലൂടെ ഭാവം, ഭാവത്തിലൂടെ സൗന്ദര്യം. നല്ല വാക്കുകൾക്ക്, സംഗീതത്തിന് എല്ലായ്പ്പോഴും അതിൻ്റെതായ ഒരു സുഗന്ധമുണ്ട്. ഇത് അനുഭവിപ്പിക്കുന്ന ഒരു ആലാപനമായി ചാന്ദിനിയുടേത്. ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ ഇടവരട്ടെ. താങ്ക് യു സർ. ഓക്കെ, എന്തായാലും ഇനി നമുക്ക് മാർക്സ് അറിയാം. മാർക്സ് സുജേശി. താങ്ക് യു ചേച്ചി. 26.5. മനോ സർ. താങ്ക് യു സർ. 26. ഷിനി ഏട്ടാ. താങ്ക് യു സർ. 27. ചാന്ദിനിയുടെ 10ലുള്ള മാർക്സ്. Hey, 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 1, 2, 3, 4, 5, 6, 7, 8. 8 മാർക്സ്. 87.5. ഇനി ഓഡിയൻസിന്റെ വോട്ടിംഗ് അറിയണ്ടേ? $7.59.